മോർണിംഗ് വാക്ക് തുടരുകയാണ്. നിങ്ങളിൽ എത്ര പേർ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക. നമ്മളുള്ളത് വൈകി വന്ന പ്രേക്ഷകർക്കായി പറയുകയാണ്. മട്ടാഞ്ചേരി ജൂതത്തെരുവിലാണുള്ളത്. ഈ ജൂതത്തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് എന്താണ് പറയുക, ചരിത്രത്തിനൊപ്പം നടക്കുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത്. ഇപ്പം മാത്രമല്ല ഈ ഒരു ഏരിയ, ഈ ഒരു സ്ട്രീറ്റ് ഒരു പക്ഷേ ഒരുപാട് സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടു കാണും. നിരവധി സിനിമാ ഷൂട്ടിങ്ങൾ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്, റീൽ ഷൂട്ട് നടക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ നടന്ന് നമ്മുടെ സിനഗോഗിന് മറ്റൊരു വശത്തേക്ക്, അതിന്റെ മറ്റൊരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. കാഴ്ചകളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാം. ഇപ്പൊ നമ്മള് ഇങ്ങനെ കൊച്ചിയിലൂടെയാണല്ലോ നടക്കുന്നത്. നമ്മുടെ സുരേഷ് വലിയ വീട്ടിൽ പറയുന്നുണ്ട്, എന്റെ നാട്ടിൽ കുറെ ആമ്പൽപ്പാടമുണ്ട്. എവിടെയാണ് നാടെന്നറിയാമോ? മലപ്പുറം ജില്ലയിലെ എളമരം. അപ്പൊ എളമരത്തേക്കൊക്കെ ചെല്ലണമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വടക്കൻ മേഖലയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ആശ്വാസ വാർത്ത ആകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്നും വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം 3 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൗദി സമയം 12:30 മണിയോടെയാണ് അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അബ്ദുറഹീമും അഭിഭാഷകനും കോടതിയിൽ ഹാജരാകുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 8-ന് മാറ്റിവെച്ച കേസ് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നത് ജയിൽ മോചനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാകുമെന്നാണ് സഹായസമിതി വിലയിരുത്തുന്നത്. ഇന്ന് മോചന ഉത്തരവുണ്ടായാൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. 2006 അവസാനമാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2-ന് കോടതി വധശിക്ഷ റദ്ദാക്കി. സാങ്കേതിക പ്രശ്നങ്ങളും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസുമാണ് ജയിൽ മോചനം വൈകാൻ കാരണമെന്നാണ് സൂചന. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യെസ്, അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയിലാണ്. കാരണം ആ മാസ് ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. അതിൽ 24 എത്രമാത്രം പാർട്ടായിട്ടുണ്ടെന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അംഗങ്ങൾക്കൊപ്പം രാഹുൽ സുരേഷ് കോഴിക്കോട് ഒന്ന് തത്സമയം ചെയ്തിട്ടുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാടും കുടുംബാംഗങ്ങളും എല്ലാം ഉള്ളത്. എന്താണ് അബ്ദുൾ റഹീം നിയമസഹായ സമിതിക്ക് പറയാനുള്ളത്? പ്രജിൻ, ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരെയും പോലെ നമ്മളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. 4 ദിവസം മുമ്പ് കേസ് പരിഗണിച്ചിരുന്നു. അന്ന് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ചില രേഖകൾ ആവശ്യപ്പെട്ടതിനാൽ വീണ്ടും കേസ് മാറ്റിവെക്കുകയായിരുന്നു. ആ രേഖകൾ ഇതിനോടകം തന്നെ റിയാദിലെ ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് സംബന്ധിച്ച ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൂടെ ചേരുന്നത് റഹീം നിയമസഹായ സമിതി അംഗമായിട്ടുള്ള അഷ്റഫാണ്. അഷ്റഫ്ക്കയാണ് ഈ റഹീമിന് വേണ്ടി കുറേയധികം നിയമസഹായങ്ങളൊക്കെ നൽകിയ ഒരാളാണ്. ഇന്ന് നമ്മൾ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മോചന ഉത്തരവ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം കഴിഞ്ഞ 4 ദിവസം മുമ്പ് കേസ് പരിഗണിച്ചിരുന്നു. അന്ന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. ഇന്നത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ 2 സിറ്റിങ്ങുകളിലായി നടന്നത് പ്രോസിക്യൂഷൻ്റെ വാദവും റഹീമിൻ്റെ വാദവും കോടതി കേൾക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനൽ വിധി ഇന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും മറ്റ് പ്രയാസങ്ങളൊന്നും ഇന്നത്തെ ഒരു സിറ്റിങ്ങിൽ ഉണ്ടാകാനിടയില്ല. ഇന്നൊരു വിധി പറയുന്ന അത് മാത്രമാണ് ഇന്നത്തെ സിറ്റിംഗ് എന്നാണ് നമ്മുടെ അഭിഭാഷകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 4 ദിവസം മുമ്പേ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു, അതൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ? രേഖകളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. രേഖകളൊന്നും സമർപ്പിക്കാനായി ഉണ്ടായിരുന്നില്ല, അത് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കോടതിയുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും നമ്മുടെ 2 വക്കീലന്മാരും ആ കാര്യത്തിൽ അന്ന് അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ന് റഹീമും കോടതിയിൽ ഹാജരാകുമോ? ഇന്ന് എല്ലാവരും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ സിറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. റഹീം കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം ജയിലിൽ നിന്ന് തന്നെ ഓൺലൈൻ വഴി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ ഇനിയുള്ള സാങ്കേതിക എന്തൊക്കെയാണ് മറ്റ് ഇനിയുള്ള നടപടികൾ? ഇനിയുള്ളത് അതിന് മേൽക്കോടതിയിൽ നിന്ന് അംഗീകാരം കിട്ടണം. അത് കഴിഞ്ഞ് പിന്നീട് ഗവർണറേറ്റിലേക്ക് പോകും. ഗവർണറേറ്റിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകും. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജയിലിലെത്തി ജയിലിൽ നിന്ന് ഡിപ്പോർട്ടേഷനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 അല്ലേ? ഉച്ചയ്ക്ക് സൗദി സമയം 12:30 മണിക്ക്, ഇന്ത്യൻ സമയം 3 മണിക്കാണ് കേസ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ, ഇത് തന്നെയാണ്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ശുഭവാർത്ത റിയാദിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്.
ശരി, അപ്പോൾ രാഹുൽ സുരേഷ് ഉച്ചഭക്ഷണത്തിനൊപ്പം നല്ല ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായിട്ട് അതും രാഹുൽ തന്നെ കൊണ്ടുവരിക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങൾക്ക് വേദിയാവുന്ന ഒരു ഇടമാണ് ഇത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പാട്ട് പാടട്ടെ. പാടിക്കോ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ, വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ, പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയേ, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. ആക്ഷൻ ഹീറോ ബിജുവിലെ മനോഹരമായ പാട്ട്. ആ പാട്ട് ചിത്രീകരിച്ചത് ഈ ഒരു ഏരിയയിലാണ്. ഒരുപാട് അതിലെ ഷോർട്സുകളൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഇപ്പൊ നമ്മൾ സമയം എത്രയാണെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഘടികാരമാണ് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു ഈ ക്ലോക്ക്, അല്ലെ, സിനഗോഗിലുള്ള ക്ലോക്കാണ്, ആ ബിൽഡിംഗിലുള്ള ക്ലോക്ക്. വർഷങ്ങൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലോക്കാണ്. അതിലാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ സമയം കാണുന്നത്. 6:41, കറക്റ്റായിട്ട് 6:41 തന്നെയാണ്. ഇത്രയും നാൾ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്, അല്ലെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഘടികാരം. അത് എനിക്ക് തോന്നുന്നു ഈ സ്ട്രീറ്റിന്റെ ഏറ്റവും അറ്റത്ത് നോക്കിയാൽ അത് കാണാം. അങ്ങനെയാണ് അതിന്റെ ഒരു പ്ലേസിംഗ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതാണ് സിനഗോഗിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം നമുക്ക് പ്രവേശനമില്ല, ഇതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോ എൻട്രി ഫോർ വെഹിക്കിൾസ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സമയം കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാം. കൊച്ചിൻ സിനഗോഗിന്റെ സമയം, പ്രവേശന ഫീസ് ഒരാളിന് 10 രൂപ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 10 രൂപ എന്ന രീതിയിൽ അവധി ദിവസങ്ങളിലൊക്കെ വരാവുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ആദർശ് ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് വെച്ചിരിക്കുന്ന നല്ല സ്പെഷ്യൽ ഷേപ്പിലുള്ള, ബോട്ടിൽ ഷേപ്പിലുള്ള ഒരു ബാസ്ക്കറ്റാണ്. അതിൽ അവർ കൃത്യമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ശ്രമിക്കാം. നമ്മുടെ കമന്റ് ബോക്സിൽ ജിം കഴിഞ്ഞു വന്നു എന്ന് പറയുന്നുണ്ട്. മിനിച്ചേച്ചി ചോദിച്ചു, ഇന്നലെ എന്നെ അന്വേഷിച്ചില്ലേ? നമ്മൾ 2-3 തവണ അന്വേഷിച്ചു. സ്ഥിരം ആൾക്കാരെ നമ്മൾ കാണാൻ വരുന്ന ആൾ ചോദിക്കില്ലേ, ആഷാവിയുണ്ട്, അബ്ദുള്ളയൊക്കെ ഉണ്ട്, വീണ്ടും ഒരേ ആളുടെ പേരാണോ വായിക്കുന്നതെന്ന് എനിക്ക് സംശയം ഉണ്ട്. എന്നാലും എല്ലാ പ്രേക്ഷകരുടെയും കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പോയാലോ, എന്നിട്ട് കൂടുതൽ കമന്റുകളിലേക്ക് വരാം. വഞ്ചിയൂരിലേക്കാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചുള്ള CPM ഏരിയ സമ്മേളനത്തിനെതിരായ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. വിഷയത്തിൽ വഞ്ചിയൂർ SHO ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകും. റോഡ് അടച്ചുള്ള സമ്മേളനത്തിൽ കേസെടുത്ത കാര്യം SHO കോടതിയെ അറിയിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ പൊതുവഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടികളും മറ്റും നടത്തരുതെന്ന മുൻ ഉത്തരവുകൾ നഗ്നമായി ലംഘിക്കപ്പെട്ടുവെന്ന് കോടതി വിമർശിച്ചിരുന്നു. ഹർജിയിൽ വഞ്ചിയൂർ SHOയ്ക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവിയോടും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. നമ്മുടെ പ്രാദേശിക നമ്മുടെ സുജിത്തൂടുണ്ട് നമ്മളോടൊപ്പം, അല്ലേ? സുജിത്ത്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ അല്ല, ഈ സമയത്തല്ല ഇവിടെ ആക്റ്റീവ് ആണ്, അല്ലേ? അല്ല, ഈ സമയത്തല്ല. ഒരു 9 മണി ആയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിക്കോളും. രാത്രി ആണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എത്ര സമയം വരെ ഇവിടെ ഒരു ആക്ടിവായിട്ട് ഇങ്ങനെ ഒരു വൈബ്? രാത്രി ഒരു 12 മണി വരെയൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. കൂടുതലും വരുന്നത് എല്ലാം ടൈപ്പ് ആൾക്കാരും വരാറുണ്ട്, ഫാമിലീസും വരാറുണ്ട്, എല്ലാവരും വരാറുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കും. ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് ഒന്ന് റീൽസ് ഒക്കെ എടുക്കാൻ ആൾക്കാർ വന്നോടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ വന്നോടിയിട്ടുണ്ട്. ആൾക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ഉണ്ട്, കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോ നമുക്ക് വാർത്തകളിലേക്ക് പോകാം, അല്ലേ? അതെ, ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI വേണ്ടെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. അതെ, വിഷയത്തിൽ കുടുംബം കോടതിയിൽ നിന്ന് മറുപടി സത്യവാങ്മൂലം നൽകും. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ കേസ് ഡയറി പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI കോടതി നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി CBI അന്വേഷണം ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയത് ഉൾപ്പെടെയുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കുടുംബം കോടതിയിൽ ഉന്നയിക്കും.
ഇനി നമ്മൾ തിരുവനന്തപുരത്തു നിന്നുള്ള നമ്മുടെ ആ വിശേഷ വാർത്തയിലേക്കാണ്. ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ഈ IFFK എന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിട്ട് നാളെ മുതൽ സിനിമയുടെ ഉത്സവം തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. നാളെ മുതൽ 20 വരെ തലസ്ഥാനത്തിന് കാഴ്ചയുടെ ഉത്സവം. 15 തിയേറ്ററുകളിലായി 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തി. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സാണ് ഇത്തവണത്തെ മറ്റൊരാകർഷണം. 13,000-ൽ പരം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന IFFKയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നമ്മൾ ഈ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ 13-ാം തീയതി നിശാഗന്ധിയിൽ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മേളയ്ക്ക് തിരിതെളിക്കും. അതോടുകൂടി ഈ 20-ാം തീയതി വരെയുള്ള ഈ ഫെസ്റ്റിവൽ ദിനങ്ങൾ ആരംഭിക്കുക. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയെ മുഖ്യമന്ത്രി ആദരിക്കും. അഭിനയ രംഗത്ത് 50 വർഷം തികയ്ക്കുന്നതിനാണ് ആദരം. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയറാണ് ഉദ്ഘാടന ചിത്രം. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച സ്മൃതിദീപ പ്രയാണം ഇന്ന് നടക്കും. 24 തിരുവനന്തപുരം. അതില് എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസമാണ് ഈ ഗോൾഡൻ ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞത്. ഗോൾഡൻ ഗ്ലോബിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു ചിത്രമുണ്ട്. അത് നമ്മുടെ മലയാളികൾക്കും കൂടി അഭിമാനിക്കാവുന്ന കന്നി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച ചിത്രമാണ്. എന്താണ് പറയാ, അത് ഏറ്റവും രസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ സംവിധായക പായൽ കപാടിയ കേരളത്തിലേക്ക് വരുന്നു. ഡിസംബർ 20-ാം തീയതി IFFKയുടെ ഭാഗമായിട്ട് അവർക്ക് സ്പിരിറ്റ് ഓഫ് ദ സിനിമ എന്ന ഒരു പുരസ്കാരം സമ്മാനിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതിനായി പായൽ കപാടിയ ഇവിടത്തേക്ക് വരുമ്പോൾ അത് IFFK വേദിയിലെത്തുമ്പോൾ അത് അവർക്കുള്ളൊരു ആദരവാണ്, നമുക്കും സന്തോഷം. കാരണം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഗോൾഡൻ ഗ്ലോബിലേക്ക് ഒരു സംവിധായക നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അത് പായൽ കപാടിയാണ്. അപ്പൊ ഈ ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഭക്തജന തിരക്കിൽ ഇന്നലെ നേരിയ കുറവുണ്ടായിരുന്നു. 69,000-ത്തോളം പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം ശരാശരി 80,000-ആണ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ട്. പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പുൽമേടടക്കം കനത്ത സുരക്ഷയുണ്ട്. കാനനപാത വഴി സഞ്ചരിക്കുന്ന ഭക്തർ കൃത്യസമയം പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചു. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്കാണ്. അതിനു മുമ്പ് ശബരിമല ഇന്നത്തെ ചടങ്ങുകൾ നമുക്ക് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റു നേരത്തെ പറഞ്ഞൊരു റിപ്പോർട്ടിലേക്കാണ്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹെൽപ്പ് ഡെസ്ക് സംബന്ധിച്ചൊരു തർക്കം അതിപ്പോഴും പ്രശ്നം പരിഹാരമായിട്ടില്ല. അത് തുടരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെയും അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെയും ബോർഡ് വെച്ചുള്ള ഹെൽപ്പ് ഡെസ്ക് അനുവദിക്കാൻ ആകില്ല എന്ന് KSRTC പറയുന്നു. എന്നാൽ ബോർഡ് വെച്ച് തന്നെ ഹെൽപ്പ് ഡെസ്ക് തുടരുമെന്ന് ഇരുകൂട്ടരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട KSRTC ഡിപ്പോയിലെ യൂത്ത് കോൺഗ്രസിന്റെയും ദേശീയ അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെയും ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ടുള്ള ഹെൽപ്പ് ഡെസ്ക് അനുവദിക്കാനാകില്ലെന്ന് അധികൃതർ നോട്ടീസ് നൽകിയത്. മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ട് എന്നായിരുന്നു DTO തോമസ് മാത്യുവിന്റെ നിലപാട്. മേളിൽ നിന്നുള്ള നിർദ്ദേശം വേണം, നിർദ്ദേശമില്ല, ആരും വെക്കരുതെന്ന് പറഞ്ഞു. ഇവർ തന്നെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പം ഇവർ പറഞ്ഞാൽ മാറുന്നില്ല. എനിക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നു.
ഇവരോട് ഞാൻ 2 കൂട്ടരോടും പറഞ്ഞാണ് ഇത് മാറ്റണമെന്ന് പറഞ്ഞു. എനിക്ക് പിള്ളേരെ വളർത്തിയേ ഒക്കത്തുള്ളൂ. ഞാൻ ഇതും കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് സേവനത്തിനായാണ് ഇരിക്കുന്നതെന്നും ഫ്ലക്സ് ബോർഡ് വെച്ച് തന്നെ ഹെൽപ്പ് ഡെസ്ക് തുടരുമെന്നും ഇരു സംഘടനാ നേതാക്കളും അറിയിച്ചു. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവരെല്ലാം പറയുന്നത് വളരെയധികമുള്ള നല്ല സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒന്നും അപ്പോൾ ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല. ഇതിനകത്തുനിന്ന് ഒരു കസേര പോലും എടുത്തുകൊണ്ട് മാറ്റുവാൻ ഞങ്ങൾ യോജിക്കില്ല. ഈ വരുന്ന 23-ാം തീയതി തങ്കയങ്കിക്ക് ഞങ്ങളാണ് സ്വീകരണം കൊടുക്കുന്നത്. അതുവഴി പോകുന്ന തങ്കയങ്കി ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളും ഓട്ടോ തൊഴിലാളികളും ഈ KSRTC ജീവനക്കാർ ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഹെൽപ്പ് ഡെസ്കിന് മുമ്പിൽ നിന്നാണ് പറയിടുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന ഉദ്ദേശമില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയാണ് അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെ ഹെൽപ്പ് ഡെസ്ക് സംഘാടകൻ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഹെൽപ്പ് ഡെസ്ക്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധനയ്ക്ക് ശേഷമാണ് ATO തങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് ഇരു സംഘടനകളുടെയും ആരോപണം. ശ്രീകുമാരൻ 24 പത്തനംതിട്ട. യെസ്, അപ്പോൾ അതാണ് ആ തർക്കത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവണം പെട്ടെന്ന് തന്നെ അല്ലേ. നമ്മുടെ PC ദിലീപ് മലബാർ വാലി പറയുന്നു ഇന്ന് നമ്പിനാരായണൻ സാറിന്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്നലെ അല്ലേ? ഇന്നലെ ഡിസംബർ 11 നമ്മുടെ എല്ലാമായ നമ്മളെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഡൈസ് വന്നേ. ഡൈസിന് ഞാൻ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി. ഇതൊന്നും ഡയസിന്റെ ജോലിയല്ല, പക്ഷേ ഇതൊക്കെ ഏറ്റെടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ കൂടെ വൈബായിട്ട് ചേരുന്ന ആളാണ് ഡയസ്. എല്ലാവർക്കും ഒരു മാതൃകയാണ്. ചില്ലറക്കാരനൊന്നുമല്ല, നമ്മളൊക്കെ BMW എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരു BMW ബൈക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എപ്പോഴാണ് എല്ലാ ആശംസകളും. ഇപ്പോ ഒരു പുതിയ വാർത്ത കൂടി വരുന്നു. അത് കൊല്ലം ജില്ലാ സമ്മേളനം, CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ടും CPM-ന്റെ രീതി ഇതാണ്, എല്ലാ സമ്മേളനങ്ങളിലും ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവും പല കോണുകളിൽ നിന്നും. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, AK ബാലന് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്നുള്ളതാണ്. വിഷയം മറ്റൊന്നുമല്ല, സന്ദീപ് വാര്യരെ CPM-ൽ ചേർക്കാൻ ശ്രമിച്ചു എന്നതാണ് AK ബാലനെ വിമർശനത്തിന് വിധേയനാക്കിയിരിക്കുന്നത് അല്ലേ? അതെ, മാത്രമല്ല പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലും ആത്മകഥാ വിവാദത്തിലും EP ജയരാജനെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ആത്മകഥ എഴുതുന്ന പരിപാടിയെന്നും പരിഹാസം. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. പാർട്ടി നേതാക്കൾക്ക് അങ്ങനെയല്ലാന്ന് തോന്നുന്നു. നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വിവരങ്ങൾ. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം സമാപിച്ച CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിലാണ് സന്ദീപ് വാര്യരെ CPM-ൽ ചേർക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുതിർന്ന നേതാവ് AK ബാലന്റെ പ്രതികരണം തെറ്റായിപ്പോയി എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശിച്ചത്. സന്ദീപ് വാര്യർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രതികരണങ്ങളും AK ബാലന്റെ ഭാഗത്തുണ്ടായി. ഇത് ഒരു തരത്തിലും പാടില്ലായിരുന്നു. വർഗീയമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി കുപ്രസിദ്ധി അറിയിച്ച ആളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് ഇത്തരം ഒരു പ്രതികരണം AK ബാലനിൽ ഉണ്ടായത് ശരിയായില്ല എന്നാണ് പ്രതിനിധികൾ വിമർശിച്ചത്. ആത്മകഥാ വിവാദത്തിലും BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും EP ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യവും പൊതുചർച്ചയിൽ ഉയർന്നു. ഈ EP-യുടെ നിരന്തര വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത്. അപ്പോൾ ഈ വിമർശനം ഏത് രീതിയിലായിരിക്കും പാർട്ടി കൈകാര്യം ചെയ്യുക, ഏത് രീതിയിലായിരിക്കും നേതാക്കൾ ഇതിനെ കാണുക, ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി വരുന്നത്. കൊച്ചിയിൽ നിന്ന് കുടിവെള്ളം മുടങ്ങും. കൊച്ചിൻ കോർപ്പറേഷൻ, ചേരാനെല്ലൂർ, മുളവുകാട് പ്രദേശങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങുക. ആലുവ വാട്ടർ ടാങ്കിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന 1200 mm ലൈനിലുണ്ടായ ചോർച്ചയാണ് ഇതിന് കാരണം. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെ കുടിവെള്ളം മുട്ടുമോ എന്ന്? നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതിനാൽ ഇന്ന് കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതാം. പക്ഷേ കൊച്ചി നഗരത്തിലും സമീപത്തെ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം ഇന്ന് ഉണ്ടാകില്ല.
ആലുവ ജലശുദ്ധീകരണശാലയിലെ 1200 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. അതിനുവേണ്ടി ജലവിതരണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. അത് നമ്മൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് അറിയിപ്പായി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ജലവിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പണികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിനാൽ കൊച്ചിയിൽ ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കും കരുതാവുന്നത്. അപ്പോൾ മോർണിംഗ് വാക്ക് ഇങ്ങനെ പൂർത്തിയാകാൻ പോകുമ്പോൾ ഡി ഗുഗേഷിലൂടെ ഒരു വേൾഡ് ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആശംസയാണ്. അപ്പോൾ ഡി ഗുഗേഷ് ഡൂവെൽ. നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ മോർണിംഗ് വാക്കിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആക്റ്റീവായി മാറുന്നു നമ്മുടെ സ്ട്രീറ്റ് അല്ലെ. ഇവിടെ റീൽസ് ഷൂട്ടും അതുപോലെ സെലിബ്രിറ്റി ഷൂട്ടൊക്കെ ഇങ്ങനെ നടന്നുണ്ട്. ഹലോ, നമസ്കാരം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല, ഇടയ്ക്ക് വരാറുണ്ട്. എന്തൊക്കെയാണ് റീൽ ഷൂട്ട്? ഇവിടെ പ്രീ വെഡ് എല്ലാം എടുക്കാൻ വരാറുണ്ട്. മോഡൽ ഷൂട്ട്. ഇവിടെ വൈബാണ്. ഇവിടെ നൈസ് വൈബാണ്. ഞങ്ങൾ കൊച്ചി, എറണാകുളം. ഓക്കെ. അപ്പം എത്ര നേരം പോവും? തുടങ്ങിയിട്ടില്ല. ലൈറ്റ് ഒന്ന് വന്നു തുടങ്ങുന്നു, തുടങ്ങിയിട്ടില്ല. നമുക്ക് കലാകാരിയോട് ചോദിക്കാം. പേര്? അനീറ്റ. നേരത്തെ പേര് ചോദിച്ചിരുന്നു. എന്താ അനീറ്റ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാം ബാംഗ്ലൂരിൽ. ഇതൊരു പാഷനാണോ റീൽ എടുക്കുക? എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് റീലാണ്, ഒരു രസത്തിന് എടുക്കുന്നത്. ഫസ്റ്റ് റീലാണ്. ലോകമെമ്പാട് കാണുന്ന ആൾക്കാർ. വൺ ലക്ക് അല്ലേ? ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഒരു പാഷന്റെ പേരിൽ കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ വന്നെടുക്കുന്നതാണ്. നാട്ടില് കല്യാണമാണ് ഈ മാസം. അപ്പൊ വന്ന സമയത്ത് രസത്തിന് വേണ്ടി എടുക്കുന്നു. അടിപൊളി. അപ്പൊ നടക്കട്ടെ. കിടിലാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, അപ്പോ നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാവുന്നു. ഇനി ഗുഡ് മോർണിംഗ് ഷോയുടെ നേരമാണ്. ആർ ശ്രീകണ്ഠൻ നായർ SKN അവിടെ തയ്യാറായി നിൽക്കുന്നു സ്റ്റുഡിയോയിൽ. ഓവർ ടു SKN. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻസി കണ്ണൻ, കൃഷ്ണ ചെറിയാൻ. എങ്ങനെയുണ്ടായിരുന്നു പ്രഭാതം? തകർത്തോ? അത്യാവശ്യം പാട്ടൊക്കെ പാടിയല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നടന്നു ക്ഷണിച്ചെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് റെഡി ആയിക്കോളൂ. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് മടങ്ങുക. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ.